കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാമ്പാടുംപാറയിലെ റേഷൻ കടയ്ക്ക് മുമ്പിൽ ധർണാ സമരം നടത്തി. കേരളത്തിലെ പൊതുവിതരണ മേഖലയെ തകർക്കുന്ന സർക്കാർ സമീപനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് ധർണ നടത്തിയത്. കേരളത്തിലെ പൊതുവിതരണ മേഖലയെ തകർക്കുന്ന സർക്കാർ സമീപനത്തിനെതിരെ കോൺഗ്രസ് പാമ്പാടുംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാമ്പാടുംപാറയിലെ റേഷൻ കടയ്ക്ക് മുമ്പിൽ ധർണാ സമരം നടത്തി. ജനങ്ങളുടെ ഏക ആശ്രയമായ റേഷൻ കടകളോട് കാണിക്കുന്ന അവഗണന മൂലം ഇവ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഇതുമൂലം ഓപ്പൺ മാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്ന സാഹചര്യമാണ്. റേഷൻ കടകളിലെ പോസ്റ്റ് മെഷീനുകളുടെ തകരാറ് ഉപഭോക്താക്കളെ വലയ്ക്കുന്നു. 2-3 തവണ റേഷൻ വാങ്ങാനായി കടകളിൽ പോകേണ്ട അവസ്ഥയിലാണ് ഇവർ. BPL കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ പല തീയതികളിലായാണ് എത്തുന്നത്. ഇതുമൂലം ജോലി പോലും ഉപേക്ഷിച്ച് റേഷൻ കടകളിൽ പോകേണ്ട ഗതികേടിലാണ് ഉപഭോക്താക്കൾ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകൾക്ക് മുമ്പിലും നടത്തിയ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് പാമ്പാടുംപാറയിലും ധർണാ സമരം നടത്തിയത്. പ്രതിഷേധ പരിപാടി DCC ജനറൽ സെക്രട്ടറി G. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും കഴിഞ്ഞ 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായിയുടെ ഗവൺമെൻറ്റും അവർക്കൊന്നും സാധാരണക്കാരുടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കുമല്ല ഇവിടെ മുഖവിലേക്ക് കൊടുക്കുന്നത്. ഏതൊരാൾക്കും റേഷൻ കടയിൽ ചെന്നാൽ അരിയും നിത്യോപയോഗ സാധനങ്ങളും മണ്ണെണ്ണ ഉൾപ്പെടെ പഞ്ചസാര ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാനത്ത് പാവപ്പെട്ട ആൾക്കാർ BPL വിഭാഗത്തിൽപ്പെട്ടവർ, AY വിഭാഗത്തിൽപ്പെട്ടവർ, തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത രീതിയിലേക്ക് റേഷൻ സമ്പ്രദായത്തെ തകിടം മറിക്കുന്ന ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ്. മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ, ജോസഫ് ചാക്കോ താന്നിക്കൽ, ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ, ഷാജി വട്ടോത്ത്, ജോസ് അമ്മഞ്ചേരിൽ, സന്തോഷ് ചിറ്റക്കാട്ട്, പ്രസാദ് രഘുനാഥ്, മോഹനൻ കല്ലാർ, ആരിഫ അയൂബ്, റൂബി ജോസഫ്, സുന്ദരപാണ്ഡ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.